സമൂഹ മാധ്യമങ്ങളിലെ അപവാദ പ്രചരണത്തിൽ നടപടി ആവശ്യപ്പെട്ട് ഇപ്പോൾ കോഴിക്കോട്ടെ ലോറി ഉടമ മനാഫ് മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയിരിക്കുകയാണ്. യൂട്യൂബ് ചാനലുകളിലെ വിദ്വേഷ വീഡിയോകൾക്കെതിരെ നടപടി വേണമെന്നും ആവശ്യപ്പെടുന്നു. കോഴിക്കോട് സിറ്റി പോലീസ് കമ്മീഷണർക്ക് പരാതി നൽകിയിട്ടും നടപടിയില്ല എന്നും മനാഫിന്റെ പരാതിയിൽ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ദീപക് മലയമ്മ നൽകും വിവരങ്ങൾ. ദീപക്, മനാഫും അർജുന്റെ കുടുംബവും തമ്മിലുള്ള പ്രശ്നങ്ങൾ, തെറ്റിദ്ധാരണകളെല്ലാം തന്നെ പറഞ്ഞു തീർത്തിട്ടും ഈ സമൂഹ മാധ്യമങ്ങളിലെ പ്രചരണം തുടരുകയാണല്ലോ. അതാണോ ഇപ്പോൾ പരാതിയുടെ അടിസ്ഥാനം? വിനിത, 2/8/24 മനാഫ് ആദ്യമായി കോഴിക്കോട് സിറ്റി പോലീസ് കമ്മീഷണർക്ക് ഒരു പരാതി നൽകുന്നത്. അത് പ്രധാനപ്പെട്ട പരാതിയായി ഉന്നയിച്ചത് സമൂഹ മാധ്യമങ്ങളിലൂടെ വിദ്വേഷ പ്രചരണം നടത്താൻ പലരും തുനിയുന്നു, അത് തടയിടണം. ഒപ്പം തന്നെ മതസ്പർദ്ധ വളർത്തുന്ന തരത്തിലുള്ള നീക്കങ്ങൾ, പ്രചാരണങ്ങളൊക്കെ ഉണ്ടാകുന്നു, അത് തടയാൻ ഇടപെടൽ വേണമെന്നുള്ളത് കാണിച്ചുകൊണ്ടായിരുന്നു ആ പരാതി നൽകിയിരുന്നത്. എന്നാൽ നാളിതുവരെ പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് ഒരു ഇടപെടലും ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉണ്ടായിട്ടില്ല എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഇപ്പോൾ മുഖ്യമന്ത്രിക്ക് മനാഫ് പരാതി നൽകിയിരിക്കുന്നത്. അതിൽ പറയുന്നത് ഇത്തരത്തിൽ മതസ്പർദ്ധ വളർത്താനുള്ള നീക്കങ്ങൾ, തൻ്റെ മതവിശ്വാസത്തെ അടക്കം ഹനിക്കുന്ന തരത്തിലുള്ള പ്രയോഗങ്ങളൊക്കെ തന്നെ, കുപ്രചാരണങ്ങളൊക്കെ തന്നെ ഇത്തരം യൂട്യൂബ് ചാനലുകളിലടക്കം വരുന്നു എന്നുള്ളതാണ് പരാതിയിൽ പ്രധാനമായും പറയുന്നത്. അത് തടയിടാൻ പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് ഇടപെടൽ ആവശ്യമാണ്. അത്തരം ഇടപെടലിന് വേണ്ടി മുഖ്യമന്ത്രിയുടെ ഭാഗത്ത് നിന്ന് നീക്കങ്ങൾ ഉണ്ടാകണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് മനാഫ് പരാതി നൽകിയിരിക്കുന്നത്. നേരത്തെ തന്നെ പല വിധത്തിലുള്ള വീഡിയോകൾ ഈ ശിരൂരിലെ മണ്ണിടിച്ചിലുമായി ബന്ധപ്പെട്ടുകൊണ്ടും അതിൽ ഇടപെടൽ നടത്തിയിട്ടുള്ള മനാഫുമായി ബന്ധപ്പെട്ടുകൊണ്ടുമൊക്കെ സോഷ്യൽ മീഡിയയിൽ വന്നിട്ടുണ്ടായിരുന്നു. പ്രത്യേകിച്ച് യൂട്യൂബ് ചാനലുകളടക്കം പല വിധത്തിൽ വ്യാജ ആരോപണങ്ങൾ ഉൾപ്പെടെ മനാഫിന് നേരിടേണ്ടി വന്നു. അതുകൂടി ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് മനാഫ് ഇത്തരത്തിൽ പരാതി നൽകിയിരിക്കുന്നത്. ഒപ്പം തന്നെ അതിലെടുത്തു പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, താനും തൻ്റെ കുടുംബവും ഈ ഒരു അപകടവുമായി ബന്ധപ്പെട്ടുകൊണ്ടുണ്ടായ സങ്കടങ്ങളിൽ നിന്ന് താൽക്കാലികമായെങ്കിലും മുക്തി നേടി വരികയാണ്. ആ ഘട്ടത്തിലാണ് ഇത്തരത്തിൽ ഇപ്പോഴും അപവാദ പ്രചരണങ്ങൾ തുടരുന്നത് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇനിയും പരാതി പരിഹരിക്കപ്പെട്ടില്ലെങ്കിൽ കുടുംബം ഉൾപ്പെടെ ആത്മഹത്യയിലേക്ക് പോകേണ്ടി വരും എന്നുകൂടി സൂചിപ്പിച്ചുകൊണ്ടാണ് മനാഫ് ഇപ്പോൾ മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയിരിക്കുന്നത്.